സർക്കാരിന്റെ നേട്ടങ്ങൾ ചർച്ചയാക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് തിരിച്ചടിക്കുമെന്നാണ് കരുതുന്നത്. സർക്കാർ പറയുന്ന ഈ വ്യാജ അവകാശവാദങ്ങൾ മുഴുവൻ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പൊളിച്ചടക്കും. ഇന്നലെ കെ സി വേണുഗോപാൽ ഈ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കലിനെ പറഞ്ഞു. നമ്മൾ ഇന്ന് റവന്യൂ മിനിസ്റ്ററുമായി ചോദിച്ചിരുന്നു. പൂരം കലക്കൽ ഒരു വലിയ ചതിയാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്, പ്രചരണം. അവർ പറയുന്നത് വേറൊന്നും പറയാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്, നല്ല രാഷ്ട്രീയം പറയുമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പ്രതികരിച്ചത്. അത് ഞങ്ങൾ പറയേണ്ട രാഷ്ട്രീയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അഡ്വൈസ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, റവന്യൂ വകുപ്പ് മന്ത്രിയും ആ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥിയും ആണ് പൂരം കലക്കലിൻ്റെ ഇരകൾ. BJP അവിടെ ജയിപ്പിക്കാൻ CPM ഉണ്ടാക്കിയ അവിഹിതമായ പരിപാടിയാണ് അവിടെ പൂരം കലക്കൽ ആണല്ലോ. അതിലേറ്റവും പ്രതിഷേധമുള്ള ആൾ തോറ്റ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ മന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നു. ഈ മന്ത്രിക്ക് ഇപ്പോൾ പറയണ മന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നു. എവിടെ പോയി പൂരം കലക്കിയ കേസ്? ഇപ്പോൾ ഈ വർഷം പൂരം നന്നായിട്ട് നടത്തി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ഗോപിയും രാജനും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തം കൊടുക്കുക, അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കരുത് രാജൻ എന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ CPM കൂട്ടുനിന്നു. എന്താ, CPM നേതാക്കന്മാരുടെ കഴുത്തിൽ കത്തിയായിരുന്നു കരുവന്നൂർ അല്ലേ? കരുവന്നൂർ കത്തിയായിരുന്നു. പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് പൂരം കലക്കിയത്. കൃത്യമാണ്. ആരോപണം ഞങ്ങൾ മാത്രമല്ല ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ചത് CPIക്കാർ കൂടിയാണ് ഇല്ലേ? പൂരം കലക്കിയ കേസ് അവിടെ പോയി, ഇപ്പോൾ അന്വേഷണം അവിടെ പോയി. റിപ്പോർട്ട് വരുന്നത് മന്ത്രി K. രാജൻ തന്നെ നൽകിയ മൊഴി തെറ്റാണെന്ന് ADGP പത്തുമാർ മൊഴി കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞത് മാറ്റി പറയണത് റവന്യൂ മന്ത്രിയാണ്. അന്ന് പറഞ്ഞത് മാറ്റി പറയുന്നത് റവന്യൂ മന്ത്രിയാണ്. ഇതിലിപ്പോ മലപ്പുറത്തെക്കുറിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഒരു ചതി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ചർച്ചകളിലേക്ക് പോകാൻ CPM ഭയക്കുന്നു എന്ന് മാത്രമല്ല, PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ഒരു കാര്യത്തിൽ ആ ഒരു മലപ്പുറം പരാമർശത്തെ അതിനപ്പുറത്തേക്ക് M. സ്വരാജ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് വരുമ്പോൾ ഫലസ്തീൻ നിലപാടുകൾ, അത്തരം നിലപാടുകൾ ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഈ മുഖ്യമന്ത്രി. ഞാൻ തന്നെ അന്ന് ഇലക്ഷൻ കാലത്ത് പറഞ്ഞു, 35 ദിവസം കണ്ടിന്യൂസ് ആയി അദ്ദേഹം CAA എന്നാണ് പറഞ്ഞത്. CAA പൗരത്വ രജിസ്റ്ററിനെ പറ്റിയാണ്. അതിനെതിരായി നടന്ന പ്രക്ഷോഭണത്തിൽ പങ്കെടുത്ത ആളുകൾ പലരും കേസാണ്, നൂറുകണക്കിന് കേസാണ്. കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പിണറായി വിജയൻ ആ കേസ് പിൻവലിച്ചില്ല. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഇലക്ഷനിൽ കിട്ടി. അതോടുകൂടി പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അജണ്ട മാറ്റി, ന്യൂനപക്ഷ പ്രീണനം മാറ്റി ഭൂരിപക്ഷ പ്രീണനമായി. ആ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ആദ്യം കുറച്ച് നാൾ മുമ്പ് എല്ലാ ഡൽഹിയിലെ പത്രം ഓഫീസുകളിലും ഈ ലേഖനം വന്നു. അതായത് മലപ്പുറം കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണ് മലപ്പുറം ജില്ല എന്ന് വന്നു. അത് മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂയിലൂടെ അത് ആവർത്തിച്ചു. കൃത്യമാണല്ലോ. ഹിന്ദു പത്രത്തിൽ വന്ന ഇൻ്റർവ്യൂവിൽ വടക്കേ ഇന്ത്യയിൽ 2-3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പാണ് BJPയുടെ ആക്ഷേപമാണത്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള BJPയുടെ ആരോപണങ്ങൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ PR ഏജൻസി ഉൾപ്പെടെ ഈ പ്രചരണം നടത്തിയതും മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയത്. PR ഏജൻസി കുറച്ച് കൂട്ടിച്ചേർത്തു എന്നൊക്കെ പിന്നീട് വിശദീകരിച്ചിരുന്നു. എന്നിട്ട് ആ PR ഏജൻസി ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചു, PR ഏജൻസിയിൽപ്പെട്ട ആളുകളോട് താങ്കൾ വിളിച്ച് ഒരു ഫോണിൽ കൂടി ഒരു പട്ടിൽ പൊതിഞ്ഞ ശകാരം എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുമ്പോൾ പല ഡിഗ്രിയിൽ ദേഷ്യപ്പെടാം, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, ചീത്ത വിളിക്കുക ചെയ്യാം. ഒരു പട്ടിൽ പൊതിഞ്ഞ ശകാരം ഉണ്ടല്ലോ, നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു പൊതിഞ്ഞുള്ള അതുപോലും ചെയ്തില്ല. അപ്പോൾ PR ഏജൻസിയുടെ അല്ലല്ലോ. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിടെ 5-6 പേര് നിന്ന വലിയ അത്ഭുതമൊന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൻ്റെ നാഷണൽ റിപ്പോർട്ടർക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരിചയമില്ലാത്ത ആളവിടെ വന്ന് നിൽക്കുമോ? ഞങ്ങൾ വിശ്വസിച്ചാലും CPM കാരൻ പോലും വിശ്വസിക്കില്ല കേരളത്തിൽ, അല്ലേ? ഇതൊക്കെ